സ്വാലി, ലോകമെങ്ങും പുതുവർഷാഘോഷങ്ങൾക്കായി തയ്യാറെടുക്കുന്നു. പക്ഷേ ഗസയിൽ നിന്ന് വരുന്നത് ഇപ്പോഴും രക്തച്ചൊരിച്ചിലിന്റെ വാർത്തകൾ തന്നെയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ലോകം ഒരുങ്ങുന്ന സമയത്ത് ഗസയിൽ ഏതെങ്കിലും രീതിയിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥ ശ്രമങ്ങൾക്ക്, രക്തച്ചൊരിച്ചിലിന് അറുതിയുണ്ടാകുന്ന ശ്രമങ്ങൾ നിലവിൽ നടക്കുന്നുണ്ടോ? അതെ ജിൽസി, ലോകത്ത് പുതുവത്സരം പിറക്കാൻ ഇനി 3 മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പസഫിക് സമുദ്രത്തിലെ കിരിബാത്തി ദ്വീപുകളിലാണ് ആദ്യം പുതുവത്സരം പിറക്കുക. ഇന്ത്യൻ സമയം 3:30 പുതുവത്സരം എത്തുക. പക്ഷേ ഈ സമയത്ത് പോലും വലിയ തോതിലുള്ള ആക്രമണമാണ് ഗസയിൽ ഇസ്രായേൽ സേന തുടരുന്നത്. ജനം അഭയ കേന്ദ്രമായി കണ്ട് താമസിച്ചു വരുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 200-ലേറെ പേരാണ് ഈ ഗസയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഗസയിലെ സമാധാന നീക്കങ്ങൾ സംബന്ധിച്ച് വരുന്ന വാർത്തകളിലൊന്ന്, കെയ്റോയിൽ നിന്നുള്ള ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തെൽ-അവീവിൽ എത്തിയിട്ടുണ്ട് എന്നതാണ്. തെൽ-അവീവിൽ ഇവർ സമാധാനം സംബന്ധിച്ച്, അതായത് യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രകാരം 2 കൂട്ടരും, അതായത് ഹമാസും ഇസ്രായേലും ഈ ചർച്ചകൾ തുടരുന്നത് സംബന്ധിച്ച് ധാരണയിലെത്തിയിട്ടുണ്ട്. അതായത് ചർച്ചകൾ തുടരാൻ ഇരുവരും സമ്മതം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധം നിർത്തുന്നത് സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ നിലപാട് എന്താണ് എന്നതാണ് ഈ സംഘം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ സംഘം തേടുന്ന മറുപടി. പക്ഷേ ഇന്ന് രാത്രി ഈ കാര്യത്തിൽ സംഭവിക്കാനുള്ള ഒരു പ്രത്യേകമായ യോഗമുണ്ട്. ഇസ്രായേലിനകത്ത് ഇസ്രായേലിൻ്റെ യുദ്ധകാല ക്യാബിനറ്റ് ഇന്ന് രാത്രി ചേരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ ദിവസങ്ങൾക്ക് മുമ്പ് ചേരേണ്ട യോഗമാണ് ഇന്ന് ചേരുന്നത്. ഇതിൽ പ്രധാനമായ അജണ്ട ഈ വെടിനിർത്തൽ സംബന്ധിച്ച ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും പ്രപ്പോസലാണ്. ഇത് ഏത് രൂപത്തിൽ നടപ്പാക്കണമോ വേണ്ടയോ എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് ഇന്ന് യുദ്ധകാല ക്യാബിനറ്റിൽ ഇസ്രായേലിൽ നടക്കാനിരിക്കുന്നത്. പക്ഷേ നേരത്തെ ഇത് സംബന്ധിച്ച് ചർച്ചകൾക്ക് ഇസ്രായേലിലെ തീവ്ര വലത് പക്ഷം തടയിട്ടിരുന്നു. പക്ഷെ ആ സമ്മർദ്ദം ഇപ്പോഴും നെതന്യാഹുവിന് മേൽ തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഈ ചർച്ചകളുമായി ഇസ്രായേലിന്, പ്രത്യേകിച്ച് നെതന്യാഹുവിന് മുന്നോട്ട് പോകാനാകും എന്നത് സംശയമാണ്. പക്ഷേ ഇപ്പോൾ പോലും നെതന്യാഹു എവിടെ പ്രസംഗിക്കാൻ എത്തുന്നോ, എവിടെ ചർച്ചയ്ക്ക് എത്തുന്നോ, അവിടെയെല്ലാം തന്നെ ഈ ബന്ദികളുടെ ബന്ധുക്കൾ വലിയ തോതിൽ പ്രതിഷേധം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു മുറവിളി, അതായത് യുദ്ധം നിർത്താനും ഈ ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള മുറവിളി കണ്ടില്ലെന്ന് നടിക്കാനും ഈ നെതന്യാഹുവിന് സാധിക്കില്ല. അപ്പോൾ പോലും ഇസ്രായേൽ മേഖലയിൽ വലിയ തോതിൽ ആക്രമണം നടത്തുകയാണ്. സിറിയയിൽ ആക്രമണം നടത്തുന്നുണ്ട്, ലെബനനിൽ ആക്രമണം നടത്തുന്നുണ്ട്. ലെബനനിലെ ആക്രമണത്തിലാണ് 2 ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടു എന്ന് ഹിസ്ബുള്ള തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുള്ളത്. മറ്റൊന്ന്, മേഖലയിലെ മറ്റു സംഘടനകളുടെ, സൈനിക സംഘടനകളുടെ ആക്രമണമാണ്. ഹൂത്തികൾ ഏറ്റവും പുതുതായി ആക്രമണം നടത്തിയിരിക്കുന്നത് തെക്കൻ ചെങ്കടലിലാണ്. വ്യാപാര കപ്പലിന് നേരെയായിരുന്നു ആക്രമണം. ഡെൻമാർക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒരു മിസൈൽ ഈ കപ്പലിൽ പതിക്കുകയും മറ്റു 2 മിസൈലുകൾ US തകർത്തിടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. മേഖലയിൽ വ്യാപകമായ പട്രോളിംഗ് ആരംഭിച്ച ശേഷമുള്ള ആദ്യത്തെ വലിയ ആക്രമണമാണ് ഇത്. മറ്റൊന്നുള്ളത്, ഇറാൻ സംബന്ധിച്ച ചില നീക്കങ്ങളാണ്. ഇറാൻ്റെ ഭീഷണി ഇപ്പോഴും അതേപോലെ തന്നെ തുടരുകയാണ്. ഏതാനും ഇറാൻ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങൾ സിറിയയിൽ കൊല്ലപ്പെട്ടു, ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ചില യുദ്ധ നിരീക്ഷകർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഇറാന്റെ മറുപടി ഇനി വരും മണിക്കൂറുകളിൽ വരാനിരിക്കുന്നുണ്ട്. ജിൽസി. ശരി, മുഹമ്മദ് സ്വാലിഹാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.